ഹായ് എവരിവൺ, ദിസ് ഇസ് മീ കസാഖ് ബെഞ്ചാലി. ഒരുപാട് വിജയിച്ച ആളുകളുടെ ജീവിതത്തിൽ പല കഥകളും പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇങ്ങനെ വലിച്ചടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസീവായിട്ടുള്ള ഇൻസ്പയർഡ് ആക്ഷൻ. വിഷ്വലൈസേഷൻ ഈസ് എ മെൻ്റൽ ടെക്നിക്, അഫർമേഷൻ ഈസ് അനദർ ടെക്നിക്, മെഡിറ്റേഷൻ ഈസ് അനദർ ടെക്നിക്. ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. പല ആളുകളും ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാൻ, ഇഷ്ടപ്പെട്ട ജോലി സ്വന്തമാക്കാൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ക്വിക്ക് ഫിക്സുകളായിട്ട് ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കാറ് സ്വന്തമാക്കാൻ, കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പലരും ചെയ്യാറുണ്ട്. ബട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് മാസീവായിട്ടുള്ളൊരു സക്സസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റിസൾട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള വൈബ്രേഷനിൽ വലിയ മാറ്റം വരുത്തണം. വൈബ്രേഷനിൽ വലിയ മാറ്റം വരുത്തണം, എനർജിയിൽ വലിയ മാറ്റം വരുത്തണം, ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തണം, അതുപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സിങ്, ബിലീവിലെല്ലാം മാറ്റം വരുത്തണം. ബിലീവ് ഇറ്റ് ഈസ് നെസസറി. നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്റേഷനും അഫർമേഷനും കാര്യങ്ങളെല്ലാം ചെയ്യണം, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാസീവ് ആക്ഷൻ. ആക്ഷൻ ഇല്ലാതെ ഒരിക്കലും ഒന്നും നടക്കില്ല. പലരും ആക്ഷൻ എടുക്കാറുണ്ട്, പക്ഷേ കുറച്ച് ആക്ഷൻ എടുക്കും, പിന്നെ റിസൾട്ടുകളൊന്നും കിട്ടാതാകുമ്പോൾ ഡെസ്പറേറ്റഡ് ആക്ഷനായി മാറും. അയ്യോ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും ട്രൈ നോക്കും. അപ്പോൾ നടക്കുന്നില്ല എന്ന ഫീലോട് കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് പണിയെടുത്ത് കഴിഞ്ഞാലോ നമ്മുടെ ഉള്ളിൽ ആക്ച്വലി ഫീൽ ചെയ്യുന്നത് നടക്കില്ല എന്നൊരു തോന്നൽ ഓൾറെഡി വന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ when we feel negativity inside, we start attracting negativity to ourselves. നമ്മുടെ ഉള്ളിലേക്ക് പിന്നെയും നെഗറ്റിവിറ്റി നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ടുള്ള ഡെസ്പറേറ്റ് ആയിട്ടുള്ള ആക്ഷൻ അല്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസെൻമെൻറ്റോട് കൂടിയുള്ള ഡിപ്രഷനോട് കൂടി സാഡ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു നെഗറ്റീവ് ആക്ഷൻ അല്ല നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. മറിച്ച് ഇൻസ്പയർഡ് ആക്ഷൻ, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള മടുക്കാതുള്ള ആക്ഷൻ. അതെപ്പോഴാണ് സംഭവിക്കുക? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ കഴിവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ സ്പിരിച്വൽ പവറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ എനർജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെ കൂടുതൽ 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 ഹാപ്പി ആക്കുന്ന, സന്തോഷം തരുന്ന ഒരു ഗോളിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോഴാണ് നമുക്കതുണ്ടാവുക. നിങ്ങൾക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവുള്ളൊരാളാണ്, ഫുട്ബോൾ കളിക്കാൻ കഴിവില്ല, പക്ഷെ നിങ്ങൾക്ക് ലയണൽ മെസ്സി ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ കഴിവില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കുറേ പണിയെടുക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല, ബോൾ പോലും തട്ടാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ, നിങ്ങൾക്ക് ആക്ഷൻ ഒരു റിസൾട്ടും ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് നിരാശ വരും. നിരാശയിൽ നിങ്ങൾ പിന്നെയും പണിയെടുത്തുകൊണ്ടിരിക്കും, പക്ഷെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരില്ല. കാരണം നിരാശ തോന്നിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പണിയെടുത്ത് കഴിഞ്ഞാൽ യു വിൽ അട്രാക്ട് മോർ നെഗറ്റിവിറ്റി ടു യു. ഇതാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നില്ല എന്ന് പലരും പറയും. കുറേ പണിയെടുക്കുന്നു, കഷ്ടപ്പെടുന്നു, ഇമാജിനേഷൻ ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, ഞാൻ പണിയെടുക്കുന്നു, ഗ്രേറ്റ്ഫുൾനെസ് പറയുന്നു, എല്ലാം പറയുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടെങ്കിൽ യു ഷുഡ് ലുക്ക് ഇൻ ടു ദിസ് ഇൻസ്പയർഡ് ആൻഡ് മോട്ടിവേറ്റീവ് ആൻഡ് ഹാപ്പി ആക്ഷൻ. അതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഹാപ്പിനെസ്സോട് കൂടിയിട്ടുള്ള ആക്ഷൻ, ഇൻസ്പയർഡ് ആക്ഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആക്ഷൻ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ മാത്രമാണ്. നമ്മുടെ സ്കില്ലുമായി ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ടാലൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പണിയെടുക്കുമ്പോൾ മാത്രമാണ് ഇൻസ്പയർഡ് ആക്ഷൻ, ഹാപ്പിയുള്ള ആക്ഷൻ ലോകത്ത് സംഭവിക്കുന്നത്. അത് സംഭവിക്കുമ്പോൾ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ വിൽ വർക്ക് ടു ഫേവർ യു. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ അടുപ്പിക്കാൻ പറ്റും. അല്ല, നമ്മുടെ സ്കില്ലില്ലാത്ത കാര്യത്തിൽ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വിൽ വർക്ക് അഗെയിൻസ്റ്റ് യു. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പല ആളുകളും കുറേ തെറ്റിദ്ധാരണകൾ ധരിച്ചു വെച്ചിട്ട് പലർക്കും നടക്കാത്ത ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം, നമ്മുടെ റിയൽ ടാലൻറ്റ്, പർപ്പസ് ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെ നമ്മളെ ഇൻസ്പയർഡ് ആക്ഷൻ വഴി നമ്മുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ കൂട്ടിയിട്ട്, പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനിലൂടെ പോസിറ്റീവായിട്ടുള്ള ഫ്രീക്വൻസി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആകർഷിക്കുന്ന എല്ലാത്തിനെയും വലിച്ചടിപ്പിക്കാനും ഒരു സൂപ്പർ എനർജി സോഴ്സ് ആക്കിയിട്ട് നമ്മളെങ്ങനെ മാറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുണ്ട്, ഓൺലൈൻ മണി വൈബ്രേഷൻ കോഴ്സുകൾ നിങ്ങൾക്കുണ്ട്, മണി അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മുടെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്ത് പേഴ്സണൽ എക്സലൻസിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും ബെസ്റ്റ് ലൈക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത ലൈക്കിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബെസ്റ്റ് ലൈക്ക് ക്രിയേഷൻ പ്രോഗ്രാം, പേഴ്സണൽ എക്സലൻസ് കോഴ്സുകളുണ്ട്. പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ബിസിനസ് ബൂം എന്ന് പറയുന്ന ബിസിനസ്സിന് ഓട്ടോ പൈലറ്റ് മോഡിലേക്കും ഫ്രീ ആയിട്ട് നിങ്ങളില്ലാത്ത നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകുന്ന
കൊണ്ടുപോകാൻ പറ്റുന്ന സ്ട്രാറ്റജികളെ കുറിച്ച് പഠിപ്പിക്കുന്ന എഫക്റ്റീവായിട്ടുള്ള ബിസിനസ് പ്രോഗ്രാമാണ് ബിസിനസ് ബൂം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇതുപോലെയുള്ള ഹൈലി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം. ചെറിയ ചെറിയ ടിപ്സുകളും വലുതുമായിട്ടുള്ള വീഡിയോകളും ചെറിയ പോസ്റ്റേഴ്സും ചെറിയ നുറുങ്ങ് ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ID ഫോളോ ചെയ്യാൻ മറക്കരുത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെല്ലാം ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ ഇടുന്നത്. ഖസാക്ക് ബെഞ്ചാലി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ID ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞാൻ ഖസാക്ക് ബെഞ്ചാലി.